അപ്പൊ ഈ ചിത്രം 6-ാം തീയതി റിലീസ് ചെയ്യണം. അപ്പൊ ഇതിന്റെ സെൻസറിങ് നടപടികളൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞതാണ്. കംപ്ലീറ്റ് കഴിഞ്ഞില്ല, അതിന്റെ പ്രോസസിംഗ് എല്ലാം കഴിഞ്ഞു. ഈ പ്രോസസിംഗിൽ എത്തിയപ്പോൾ കാരണം ഇപ്പോ ഈ ഇത്തരത്തിൽ സമൂഹത്തിൽ നടന്ന കേസുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 6 പേരൊക്കെ വന്നതും ഡ്രഗ്സിന്റെ അടിസ്ഥാനത്തിലൊക്കെ. അപ്പൊ അങ്ങനെ സെൻസറിങ് ചെന്നപ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടായിരുന്നു. കാരണം റിയലി ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എന്തെങ്കിലും അതിന്റെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇല്ല. അങ്ങനെ വരാൻ സാധ്യത. നമ്മൾ ആ ലൂപ്പ് പോയിന്റ് എല്ലാം അടച്ചിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ റിലീജിയനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമോ കഥാപാത്രങ്ങളോ എല്ലാം വ്യത്യസ്തമാണ്. അതേപോലെ ഒരു സംഭവം എന്നേ ഉള്ളൂ. അല്ല, ഡ്രഗ്സിനെതിരെ നമ്മള് അങ്ങനെ കംപ്ലീറ്റ്ലി ഡ്രഗ്സിനെതിരെ ഉള്ളതല്ല. നായകൻ ഒരിടത്ത് പോലും അങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷെ ക്ലൈമാക്സില് ആ ഒരു കൊലപാതകം നടക്കുന്ന ഒരു ഏരിയ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ സിനിമയിൽ എവിടെയും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുമില്ല. പക്ഷെ ഈ അനിയനെയൊക്കെ പുള്ളി ഇടയ്ക്ക് ഉപദേശിക്കാറുണ്ട്. നീ എന്നെ പോലെ ആകരുത് എന്ന് ഉപദേശിക്കാറുണ്ട്. ആ അനിയനെ വലിയ നിലയിൽ എത്തിക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നുണ്ട്. ഈ ടൈറ്റിലേക്ക് എന്താ ചേഞ്ച് വരാൻ കാരണം കാലം പറഞ്ഞ കഥയിലേക്ക് വരാനായിട്ട് നമ്മള് ആദ്യം ഈ ഒരു സിറ്റി മെട്രോ എന്നൊക്കെ ആയിരുന്നു എന്റെ പേര് ഇട്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേര് പഴയ ബാബു ആന്റണി അങ്ങനെയുള്ള സിനിമകൾ ഓർമ്മപ്പെടുത്തുന്നുള്ള രീതിയിലാണ് ഒരു അടിപൊളി അങ്ങനെ അടിപിടി സിനിമ അങ്ങനെ ഒരു പേര് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ സിറ്റി ട്രാഫിക്കിലേക്ക് വരികയും പിന്നെ അതിന്റെ സബ് ടൈറ്റിലായ കാലം പറഞ്ഞ കഥ നമ്മളത് മെയിൻ ടൈറ്റിലാക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. നിഷ ചേച്ചിനോടാണ്. എല്ലാ സിനിമയിലും വളരെ പാവമായിട്ട് ഒരു അമ്മയൊക്കെ ആയിട്ടാണ് അഭിനയിച്ചതെന്ന് വെച്ചത്. വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ട സിനിമ ബിഗ് ബോസ് മൈ ബോസ് ആണ്. ഇത് വ്യത്യസ്തമായിട്ട് വന്നതാണ്. ഇതിൽ കുറച്ചുകൂടിയും എന്താ പറയുക, കുറച്ചുകൂടി മകന് പാവമായിട്ടുള്ളതല്ല, മകനെ സപ്പോർട്ട് ചെയ്ത് തെറ്റിലേക്ക് പോകുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഉള്ള വ്യത്യസ്തമായ ക്യാരക്ടറുകൾ തന്നെയാണോ ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതിൽ എന്ത് വ്യത്യസ്തതയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള മകനെ തെറ്റിലേക്ക് പോകുന്നതിൽ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. മകനെ തെറ്റിലേക്ക് പോകാതെ നല്ല രീതിയിൽ വളർത്തുന്ന ഒരു അമ്മ തന്നെയാണ്. മകനെ തെറ്റിലേക്ക് പറഞ്ഞു വിടുകയല്ല, മകൻ ചെയ്യുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് ചെയ്യുന്ന സാഹചര്യങ്ങൾ കൊണ്ട് മകൻ അങ്ങനെ മാറിപ്പോകുന്നു. മകനെ തെറ്റിലേക്ക് പോകാൻ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. സാഹചര്യങ്ങളാണ് ഇവിടെ ഈ കുടുംബത്തിന് വേറൊരു തീരുമാനം എടുക്കേണ്ടി വരികയാണ് ചില സാഹചര്യങ്ങൾ മൂലം. അത് അമ്മയെന്നല്ല ആരാണെങ്കിലും ചിലപ്പോൾ സിറ്റുവേഷൻ നമുക്ക് എല്ലാവരും ഇപ്പൊ സൂയിസൈഡ് ചെയ്യുന്നു. അവർ സൂയിസൈഡ് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത്, സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ ഒരു സിറ്റുവേഷനിലൂടെ ഒരു അമ്മയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരികയാണ്. അപ്പോൾ അത്തരത്തിലൊരു രീതിയിലാണ് പോണത് ഈ അമ്മയുടെ കഥാപാത്രം. നല്ലൊരു കുടുംബമാണ്, വളരെ സ്നേഹമുള്ള അമ്മയും മക്കളുമാണ്. ഈ അമ്മയും മക്കളുടെ സ്നേഹം തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മളെയൊക്കെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. പലരുടെയും കുടുംബങ്ങളിൽ പലതും സംഭവിച്ചു പോകുന്നു. നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മളെയൊക്കെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരായ കുടുംബങ്ങളിൽ പ്രതീക്ഷിക്കാതെ നമ്മൾ ചിലപ്പോൾ ഞെട്ടലോടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോലും ചിന്തിക്കാറുണ്ട്, അവർക്ക് അങ്ങനെ സംഭവിച്ചോ, അവരങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനൊരു അമ്മയാണ് പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഒരു ഫാമിലിയിൽ സംഭവിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ മകനല്ലേ അല്ലെങ്കിൽ എൻ്റെ മകളല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് ക്ഷമിച്ചു വിടുന്നതിനോട് എന്താണ് അഭിപ്രായം? എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കും, കുറ്റം പറയും, ശാസിക്കും. ഒക്കെ സമൂഹത്തിൽ നമ്മുടെ വീട്ടിലെ ഒക്കെ കാണുന്ന എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരെ വഴക്ക് പറയും, അതിന്ന് തിരുത്തി കൊണ്ടുവരാനൊക്കെ ശ്രമിക്കും. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാതൊരു തെറ്റ് ചെയ്താൽ, അതായത് ഇപ്പൊ അവർക്ക് അപകടം പറ്റുന്ന രീതിയിലൊരു തെറ്റ് പറ്റിയാൽ ഏതൊരു അമ്മയും മകനെ സപ്പോർട്ട് ചെയ്യാനേ നോക്കുകയുള്ളൂ. കാരണം ലോകത്തെ എല്ലാ അമ്മമാർക്കും അവരുടെ മക്കൾ തന്നെയാണ് വലുത്. അല്ല, അത് തിരുത്തണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, തിരുത്താൻ ശ്രമിക്കും, നമ്മളെല്ലാം ചെയ്യാൻ ശ്രമിക്കും. ഇതൊക്കെ ചെയ്തിട്ടും അവര് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവന്റെ ജീവന് പോലും ഭീഷണിയാവുന്ന വിധത്തിലൊരു സംഭവം വന്നാൽ
അവരെ മകന്റെ സ്ഥാനത്ത് മകന്റെ അടുത്ത് തന്നെ നിൽക്കുള്ളൂ ഇല്ലേ? അങ്ങനെയല്ലേ എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ല അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പറയുന്നുണ്ട് തലമുറയിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര ക്രിമിനൽ ആവുന്നു അല്ലെങ്കിൽ ക്രിമിനൽ വാസന വരുന്നു. ഇത് അങ്ങനെ ഒരു കഥയല്ല. അല്ല ഞാൻ കഥേനെ വെച്ചിട്ടുള്ള പറഞ്ഞ, അല്ലാതെ മൊത്തത്തിൽ നമ്മൾ വാർത്തകൾ അല്ല, കാണുന്നില്ല. അങ്ങനെ ഇപ്പൊ മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യപിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോ എല്ലാ അമ്മമാരും മക്കൾക്ക് സൈഡ് നിൽക്കുവോ? ഒരിക്കലും നിൽക്കില്ല. അവരതിലേക്ക് പോവാതിരിക്കാനല്ലേ നോക്കുള്ളൂ. ഇവിടെ അങ്ങനെ നമ്മുടെ കഥ അങ്ങനല്ല. നമ്മളെ കഥ അങ്ങനത്തെ ഒരു കഥയല്ല. ഈ കഥാപാത്രം തെറ്റിലേക്ക് പോകുന്ന ഒരു കഥാപാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ മയക്കുമരുന്നിന് അങ്ങനെ അടിമയായിട്ട് പോകുന്ന ഒരു കഥാപാത്രമല്ല. അല്ല എന്തായാലും ഒരു കൊലപാതകയാണെന്നാണ് എനിക്ക് മനസ്സിലായത് അല്ലേ? അതെ, കൊലപാതകി അത് ഈ അമ്മയ്ക്കും മകനൊരു കൊലപാതകയല്ല. അല്ല അതാ ഞാൻ ചോദിച്ചത്. അമ്മയ്ക്കും മകനൊരു കൊലപാതകയേ അല്ല. അതിന്റെ കാരണമാണ് അത് അതിന്റെ കാരണം പറഞ്ഞപ്പോൾ ഞാനിവിടെ കഥ പറഞ്ഞു. അതിന്റെ കാരണമാണ് സിനിമ അല്ലേ? അതിന്റെ കാരണമാണ് സിനിമ. അല്ല ഡ്രഗ്സിനെതിരെ എന്നുള്ള രീതിയിലാണ് അല്ല, സംസാരിച്ചത്. ഡ്രഗ്സിനെതിരെ എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഡ്രഗ്സിന് വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അനുകൂലമാണോ? അങ്ങനെ അനുകൂലം എന്ന് പറയുമോ ആരെങ്കിലും? നമ്മളിത് സിനിമ എന്ന് പറഞ്ഞ ഒരു കഥയാണ്. ഇപ്പൊ ഒന്നിനും എതിരെ എന്നുള്ളതല്ല, ഒരു കഥയാണ്. ഈ കഥയിൽ ഡ്രഗ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മള് കൊലപാതകം വരുന്നുണ്ട്, സ്റ്റണ്ട് വരുന്നുണ്ട്, സ്നേഹം വരുന്നുണ്ട്, തമാശ വരുന്നുണ്ട്, ലവ് സോങ് വരുന്നുണ്ട്, പ്രണയം ഉണ്ടാവും, എല്ലാം ഉണ്ട്. ഒരു കഥയിലെല്ലാം ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാം കാണുന്നത് ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇതിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അജാസ്, ഈ പുലിമുരുകന് ശേഷം വലിയ രീതിയിൽ പിന്നെ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. ബോധപൂർവമുള്ള ബ്രേക്ക് എടുക്കലായിരുന്നു. പുലിമുരുകന് ശേഷം കമ്മാര സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് തുണ്ടാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് പഠിക്കുന്ന സമയമാകുമ്പോഴത്തേക്കാണ് ഫിലിം കമ്മിറ്റ് ചെയ്യാൻ പറ്റുണ്ടാവുന്നത്. ബ്രേക്ക് കിട്ടുമ്പോൾ ചെയ്യാറുണ്ടായിരുന്നു. ഇതിലേക്കൊരു നായകന്റെ പരിവേഷത്തിലേക്ക് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കങ്ങനെ നായകന്റെ പരിവേഷം എന്നൊന്നും എടുത്തു പറയാം. ഞാനൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്, അങ്ങനെ കാണുന്നുള്ളൂ. അത് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. ഒരു നായകനായിട്ട് സമൂഹത്തിന് കാണിക്കാൻ പറ്റാത്ത ക്യാരക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് ഈ ഒരു ക്യാരക്ടർ നായകനല്ല, വില്ലനായിരിക്കും ചിലപ്പോ. അതാ ചോദിച്ചത്, അതുകൊണ്ടാണ് നായകനാണെന്ന് അല്ല, പറയാൻ. എനിക്ക് അല്ലാണ്ട് നായകനായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഒരു സിനിമ ഞാനായിരിക്കും അതിലെ മെയിൻ ലീഡ് ചെയ്യുന്നത്. എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും കഥ പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ നായകൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് കഥയിലെ നായകനാണ്. അതാണ് ചോദിച്ചത്. പക്ഷെ എനിക്ക് ഈ ക്യാരക്ടർ ഒരു നായകനായിട്ട് എനിക്കും തോന്നുന്നില്ല. നായകൻ കൊലയാളിയാകേണ്ടി വരുന്ന ഒരു ഇപ്പൊ നമ്മള് കുറെ സിനിമകളില് നമ്മള് വളരെ സൂപ്പർ സ്റ്റാർസ് പോലും ഇപ്പൊ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്തില്ലേ? നായകനല്ലേ? അതെ, ആണ്. അപ്പൊ നായകൻ തന്നെയാണ്, അല്ലാന്ന് പറയണ്ട, നായകൻ തന്നെയാണ്. നായകൻ നമ്മുടെ മനസ്സിലാണ്. ഇപ്പൊ പറഞ്ഞത് കളങ്കാവലിനെ കുറിച്ചായിരിക്കും, പക്ഷെ കളങ്കാവലിനെ കുറിച്ച് മമ്മൂട്ടി എന്നുള്ള ആള് നെഗറ്റീവ് ചെയ്യുമ്പോൾ അതാണ് ആ സിനിമയുടെ സ്പെഷ്യാലിറ്റി. അല്ലാതെ അതിൽ കഥയോ കാര്യങ്ങളോ ആയിരിക്കില്ല. മമ്മൂട്ടി എന്ത് നെഗറ്റീവ് ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ നമുക്കത് കാണാൻ ഭയങ്കര കൗതുകമായിരിക്കും. പക്ഷെ ഈ സിനിമയിൽ നായകനല്ല എന്ന് പറയുന്നതിന്റെ കാര്യം ചിലപ്പോൾ സ്ക്രിപ്റ്റ് ആയിരിക്കാം, അതിന്റെ കഥകൾ ചിലപ്പോൾ മറ്റുള്ളവരെല്ലാവരും കൂടി ചേരുമ്പോഴായിരിക്കാം ഈ സിനിമയെ കൂടുതൽ ഇതാക്കുന്നത്. അതായിരിക്കാം, കഥ ആയിരിക്കാം. ചിലപ്പോൾ ഇതിലെ അമ്മ കഥാപാത്രമായിരിക്കും ചിലപ്പോൾ കൂടുതൽ സിനിമയിൽ ലീഡാക്കി നയിക്കുന്നത്. അതൊക്കെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത്. അല്ല, അങ്ങനെ അല്ല. ഇതിപ്പോ നെഗറ്റീവ് ആയി വരണു എന്നുള്ളത് കൊണ്ട്, അവസാനം നെഗറ്റീവായി വരണു എന്നുള്ളത് കൊണ്ടാണ് നായകനല്ലാതെ പറഞ്ഞു പോണത്. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ക്യാരക്ടർ ഒരു നായകനല്ല. പിന്നെ ഞാൻ ഒരു നായകൻ എന്ന് ഞാൻ എന്നെ തന്നെ കണ്ടിട്ടല്ല ഈ സിനിമയിൽ ഞാൻ ചെയ്യാൻ നേരിട്ടത്. നല്ലൊരു മെസ്സേജ് ഉള്ള സിനിമയായിട്ടാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോ ഓരോരുത്തരും പറഞ്ഞു നല്ലൊരു മെസ്സേജ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടപ്പോ നമ്മളിപ്പോ ആരെയാണ് ഇതില് എന്താണ് കഥയായിരിക്കും ചിലപ്പോൾ മെസ്സേജ്, അതായിരിക്കും താങ്കൾ ഉദ്ദേശിച്ചത്. ഇതൊരു സ്റ്റോറി ബേസ്ഡ് സിനിമയാണ്. എന്റെ പോയിന്റ് ഓഫ് വ്യൂടെ കഥ പറയുന്നോണ്ട് ഞാൻ ചിലപ്പോൾ നായകനായിട്ട്. ഓക്കെ, അതാണ് എല്ലാവരും പറഞ്ഞത്, അതാ ഉദ്ദേശിച്ചത്. പരിശു ചേട്ടാ, എത്ര നാളെ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അതോ ഇപ്പൊ സിനിമകളിൽ വന്നിപ്പോ ഒരു പാട്ടായിട്ട് വന്നിരിക്കുകയാണ്? അല്ല, വേറെ സിനിമകളുണ്ട്, പാട്ട് ഇറങ്ങി, ഇപ്പൊ ഈ അടുത്ത് പാട്ട് ഇറങ്ങി, വേറെ ഇറങ്ങിയിരുന്നു ഇല്ല, വരാൻ പോവാ. ഞാൻ രണ്ടുപേരും പാടിയല്ലോ നേരത്തെ. പാടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടിന് വരി ശ്രദ്ധിച്ച അതിലുണ്ട്. വരിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത്. കോലമാകെ മാറി മാറി ലോകമിന്നാകെ, നേരറിയാതെ നേരുമില്ലാതെ, ചെണ്ടമേളമെന്ന പോലെ ചങ്കിടിപ്പാണേ, സങ്കടങ്ങളേറി വരും നെഞ്ചരിപ്പാണേ. അപ്പോ ഈ ഇത് ശരത്ചന്ദ്ര സാറിയുടെ
പാട്ടാണ്. പാട്ടാണ്. ഈ വരികളിൽ തന്നെ ഏകദേശം സിനിമ കഥ ഇല്ലേ? ഉണ്ട്. പിന്നെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എല്ലാ സീനിലും എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ സീൻസുകൾ എനിക്കറിയാം. പക്ഷെ ഡബിങ്ങിന് പോയപ്പോൾ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ജെന്നിസയുടെയും അജാസിൻ്റെയൊക്കെ നായികയായിട്ട് അഭിനയിച്ച പെൺകുട്ടികളുടെയൊക്കെ അഭിനയം വളരെ മികച്ച ഒരു അഭിനയമാണ്. ഒപ്പം തന്നെ ഈ സിനിമ വളരെ വലിയൊരു സന്ദേശം, അമ്മ മകൻ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം, അച്ഛന് കുടുംബത്തോടുള്ള കടപ്പാട്, കാര്യങ്ങൾ ഇതൊക്കെ പറയുന്നത് വളരെ ആഴത്തിലുള്ളൊരു സന്ദേശം പ്രസാദ് ഈ സിനിമകളോട് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ അജാസ് പറഞ്ഞ പോലെ സ്ക്രിപ്റ്റാണ് ഈ സിനിമയിലെ ഹീറോ എന്ന് പറഞ്ഞതുപോലെ ആ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ആദ്യമേ പറയാം, സിനിമ നിങ്ങളും കൂടി ചേർന്ന് വേണം വിജയിപ്പിക്കാൻ. പലപ്പോഴും വലിയ താരങ്ങളുടെ പടം വലിയ രീതിയിൽ അറ്റൻഷൻ കിട്ടാറുണ്ട്. വലിയ താരങ്ങളുടെ പടം വലിയ രീതിയിൽ, ചെറിയ പടങ്ങൾ താരതമ്യേന അറ്റൻഷൻ ആളുകളിലേക്ക് എത്തുന്നത് വളരെ കുറവ്. മീഡിയാസ് ശ്രമിച്ചാൽ പോലും ആൾക്കാരിലേക്ക് എത്തുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങളിൽ അധികം താരങ്ങളില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ രീതിയിൽ ടെൻഷൻ ഉണ്ട്. വലിയ ഇനി വരാൻ പോകുന്ന പടങ്ങൾ, വലിയ രീതിയിലുള്ള പടങ്ങളിൽ കൂടുതൽ മത്സരിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ടെൻഷൻ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും? അല്ല, നമ്മളത് അത്ര ടെൻഷനായിട്ട് നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് ഈ ഒരു സിനിമ ഒരു 10 പേര് കണ്ടാൽ എന്തായാലും ഒരു 10 പേരോട് ഈ സിനിമ കാണാൻ പറയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസമാണ് ഈ സിനിമയെ നമ്മൾ നയിക്കുന്നത്. പിന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് ലക്ഷ്മി പറഞ്ഞ പോലെ ഇതിലെ ബഡ്ജറ്റ് അല്ല താരം, അല്ലേ, ആശയമാണ് താരം എന്ന് പറഞ്ഞത്. ഇങ്ങനൊരു ആശയം എനിക്ക് തോന്നുന്നു, അല്ല ഇങ്ങനൊരു സിനിമ എടുക്കാൻ ഒരു പക്ഷേ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയെ പോലെ ഒരാൾക്കേ പറ്റത്തുള്ളൂ. ഇങ്ങനൊരു ബഡ്ജറ്റിൽ ആ ഒരു സിനിമ ചെയ്യാൻ ഞാനെപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ ഈ സിനിമയ്ക്ക് അവസാനം വരെ ഈ നിമിഷവും ഇരിക്കുന്നത് കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയുടെ ഒരു ചങ്കൂറ്റത്തിന്റെ പുറത്താണ്. കാരണം ആ സിനിമ, ഇങ്ങനെ ഒരു സിനിമ ഇതൊരു എനിക്ക് വലിയൊരു പാഠശാലയായിരുന്നു. ഈ ഒരു സിനിമ ഒരു യൂണിവേഴ്സിറ്റി നിന്ന് പഠിച്ചിറങ്ങിയ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം രാവിലെ സാറ് ഉണരുന്നത് കട്ടക്കാപ്പി ഇടാൻ വേണ്ടിയാണ്. രാവിലെ ലൊക്കേഷൻ കൊടുക്കാനുള്ള കട്ടക്കാപ്പി ഇട്ട് വരുന്ന ഒരു പ്രൊഡ്യൂസറെയാണ് ഞാൻ അവിടെ കണ്ടത്. ഭക്ഷണം കൊടുക്കാനും ആർട്ടിന്റെ സെറ്റപ്പിലാണെങ്കിലും എല്ലാത്തിലും പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ബഡ്ജറ്റിന്റെ പരിമിതിയാണ്. അപ്പം അങ്ങനെ ഒരാളിനൊപ്പം നിന്നപ്പം നമുക്ക് ഒരുപാട് ഒരു സിനിമ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് സാറ് ഞങ്ങളെ കൂടെ പഠിപ്പിക്കുകയായിരുന്നു. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞങ്ങളെയും കൂടി പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് 2000 രൂപ കൊണ്ടാണ്. 1998 2 വർഷം ഞാൻ അവിടെ ജീവിച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഞാൻ മജീഷ സാമ്രാജിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജഗദീഷ് ശ്രീകുമാറിന്റെ 75ാമത്തെ പിറന്നാളിന് പോയപ്പം അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പൊ എന്റെ ഈ സിനിമയുടെ വാർത്ത കണ്ടാണ് വിളിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ടായിരുന്നു. അതായത് ഞാൻ എന്റെ 18ാമത്തെ വയസ്സിൽ ഞാനൊരു ടെലിഫിലിം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. 40,000 രൂപയുണ്ട് എൻ്റെ കയ്യില്. അത് 20,000 രൂപ എൻ്റെ 20,000 രൂപ അച്ഛൻ തന്ന്. അങ്ങനെ അച്ഛനും ഒക്കെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഈ കലാപരമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഇങ്ങനെ TV-യിലോ സിനിമയിലോ ഒക്കെ വരണമെന്നുള്ളത്. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് പോയി ജഗദീഷ് ശ്രീകുമാറിനെ ബുക്ക് ചെയ്തിട്ട് വന്നു. അത് അന്ന് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അനുഭവമായിരുന്നു. അത് പറയാൻ ഒരുപാട് കഥയുണ്ട്. നമ്മുടെ ഒരു ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ പോയി ഒന്നും അറിയാതെ ഒരു ടെലിഫിലിം ചെയ്യാൻ വേണ്ടി പോയിട്ട് അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുക്കുന്നു, ദൂരദർശനിൽ പോയി കഥ കൊടുത്ത് അപ്രൂവൽ വാങ്ങിക്കുന്നു, എന്നിട്ടത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ 40,000 രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതൊരു 3-4 ലക്ഷം രൂപ ആയിട്ട് അവസാനം അത് വലിയൊരു അനുഭവമായിരുന്നു. അതേപോലെ ഈ സിനിമ ചെയ്തപ്പോൾ എനിക്ക് അതേ ഒരു അനുഭവമാണ് ഇവിടുന്ന് ലഭിച്ചത്. അപ്പം ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു പോയതാ. പുലിമുരുകൻ ഇറങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളം. അതിന് ശേഷം വലിയ ചിത്രങ്ങൾ
കമാര സംഭവം ചെയ്തു കൊണ്ടുവന്ന സിനിമ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയുടെ ക്യാരക്ടർ. പിന്നെ പോസ്റ്റർ എടുക്കുകയാണെങ്കിൽ പുലിമുരുകൻ ഫെയിം അജാസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു ക്യാരക്ടർ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമ അതിനൊരു ബ്രേക്ക് ആവും ആ ക്യാരക്ടറിന്? ഉറപ്പായിട്ടും ആ ക്യാരക്ടറിനെ ബ്രേക്ക് ചെയ്യണം എന്നുണ്ട്. അത് ആളുകളാണ് കണ്ടിട്ട് പറയണ്ടേ അതിനെപ്പറ്റി ബ്രേക്ക് ആയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. എൻ്റെ പ്രതീക്ഷയിൽ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ളത് ഓഡിയൻസ് കണ്ടിട്ട് പറയും എങ്ങനെ ഉണ്ടായിരുന്നു. ഡയറക്ടർ അടുത്താണ് ഇപ്പം അജാസ് ഇത്രയും കാലം ഒരു ചൈൽഡിഷ് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിലേക്കൊരു നായകനെ ആയി അജാസിനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു റീസൺ എങ്ങനെയാണ്? വല്ല ഓഡീഷനോ അങ്ങനെ ഏത് സിനിമ കണ്ടിട്ട് തോന്നിയതാണ്? എങ്ങനെയാണ് അജാസിനെ ഇതിലേക്ക് സെലക്ട് ചെയ്തത്? അജാസിന്റെ 10ാമത്തെ വയസ്സിലായിരുന്നു പുലിമുരുകൻ. 10 വയസ്സ്. നമ്മൾ ഈ കഥാപാത്രത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആ ക്യാരക്ടറിന്റെ ഒരു മുഖവും ആ ക്യാരക്ടർ നമ്മളൊരു സാധാരണ ഒരു പയ്യനിൽ നിന്നും അങ്ങനെ ഒരു കൊലയാളിയിലേക്ക് എത്തിക്കാനുള്ള ഒരാള് എന്ന നിലയിൽ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ പുലിമുരുകൻ, ആ കുട്ടി പുലിമുരുകന്റെ മുഖവും അവനെന്ന ആ സിനിമയിൽ നമ്മളെ ആകർഷിപ്പിച്ച അവന്റെ പെർഫോമൻസും തന്നെയായിരുന്നു. അപ്പം എന്നാൽ അജാസിനെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചിലപ്പം തോന്നിയെന്ന് വരില്ല. പക്ഷെ അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആ സിനിമ തെളിയിച്ചു. അപ്പൊ അജാസിനെ കൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാമെന്നുള്ളൊരു വിശ്വാസം ആ സിനിമ തന്നെ ആയിരുന്നു. ഡോക്ടറാണല്ലോ, ഈ ഡോക്ടറിൽ നിന്ന് ഈ സിനിമയിലേക്ക് നായികയായിട്ട് വന്നപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഡോക്ടർ ഫീൽഡ് ഫുള്ളായിട്ട് വിട്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ദിവസമായിട്ട് ലീവ് എടുത്തിട്ടുണ്ട്. രണ്ടും ഒന്നിച്ചാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതിപ്പോൾ പഠിച്ചപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തായിരുന്നു. ഞാൻ ഒരു വർക്കും ചെയ്യുന്നുണ്ടായിരുന്നില്ല സ്റ്റഡീസിൻ്റെ ആ ടൈമിൽ. അതിനുശേഷം ഇപ്പോൾ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് വേറെ തന്നെ ഒരു ഫീൽഡാണ്. രണ്ടും കൂടെ കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ. ചോദിക്കാനുണ്ടോ?